രാവിലെ 9:30 മണിക്കാണ് ജസ്ന വീട്ടിൽ നിന്നിറങ്ങിയത്. ഒരു ഓട്ടോയിൽ കയറി അവൾ മുക്കൂട്ട് തറയിലെത്തി. അവിടെ നിന്ന് എരുമേലിയിലേക്കുള്ള തോംസൺ എന്ന ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നത് പരിചയക്കാർ കണ്ടിട്ടുണ്ട്. 10 മിനിറ്റിനകം അവൾ എരുമേലി ബസ് സ്റ്റാൻഡിൽ എത്തിക്കാണും. അവിടെ നിന്ന് ജസ്ന മുണ്ടക്കയത്തേക്കുള്ള ബസ്സിൽ കയറിയെന്ന് പറയപ്പെടുന്നു. പക്ഷെ ഉറപ്പില്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി? അതാരും കണ്ടിട്ടില്ല. ഒരിക്കലും കള്ളം പറയാത്ത CCTV ക്യാമറകൾ പോലും ഒരു നിമിഷത്തിൽ കണ്ണടച്ചു കളഞ്ഞു. ആ പെൺകുട്ടി എരുമേലി വരെ സഞ്ചരിച്ചതിന് ദൃക്സാക്ഷികളുണ്ട്, തെളിവുകളും. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? എവിടെയാണ് ആ പെൺകുട്ടി മറഞ്ഞു പോയത്? 2018 മുതൽ കേരളത്തിൻ്റെ മനസ്സിൽ ആ ചോദ്യമുണ്ട്. ജസ്ന മരിയ ജെയിംസിനെ കാണാതായിട്ട് 6 വർഷം തികഞ്ഞു. ആ കുടുംബത്തിൻ്റെ തേങ്ങൽ ഇന്നും കേരളക്കര വേദനയോടെയാണ് നോക്കിക്കാണുന്നത്. ജസ്ന എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു അന്വേഷണത്തിനും സാധിച്ചിട്ടില്ല. ജീവനോടെയുണ്ടോ മരണപ്പെട്ടോ ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഉടനീളം 6 വർഷങ്ങൾക്ക് ശേഷം ജസ്ന എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു രൂപസാദൃശ്യം രേഖാചിത്രമായി പ്രചരിക്കുകയാണ്. പല്ലിലെ ക്ലിപ്പും കണ്ണടയും ഒക്കെ എടുത്തു മാറ്റിയാൽ ജസ്നയുടെ മുഖത്ത് വരുന്ന മാറ്റങ്ങളാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ 6 വർഷത്തിനിടയിൽ ജസ്നയുടെ ജീവിതം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയായിരിക്കുമെന്നാണ് സുനിൽ വല്ലാർപാടം എന്ന ചിത്രകാരൻ വരച്ചു കാണിച്ചിരിക്കുന്നത്. ജസ്നയെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമാർഗമായ കണ്ണടയും പല്ലിലെ ക്ലിപ്പും ഇല്ലാതെയാണ് ജസ്നയെ ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഇത് കണ്ടാൽ ഒരുപക്ഷെ ആർക്കും ജസ്നയെ തിരിച്ചറിയാനാവില്ല. അങ്ങനെയാണ് ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം ജസ്ന തന്നെ എവിടെയെങ്കിലും മറഞ്ഞിരുന്നിത് കാണുന്നുണ്ടാവുമെന്നാണ് ആളുകൾ പറഞ്ഞു വെക്കുന്നത്. ഒരു പ്രമുഖ ചാനലിലൂടെ പുറത്തു വന്ന ഈ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലായി മാറുകയാണ്. ഇതൊക്കെ ജസ്നയെ കണ്ടുകിട്ടാൻ സഹായകമാകട്ടെ എന്ന് ഏവരും ഒരുപോലെ പറഞ്ഞു വയ്ക്കുകയാണ്.